ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി ഇട്ട് പോവാം. ഹീറോയിൽ പ്ലാൻ ചെയ്ത കാര്യം ഒരാളെ ഫോൺ ചെയ്ത് ഹീറോയി പറഞ്ഞു ഇങ്ങനെ ചെയ്യണമെന്ന്. ശരി, ഓക്കെ. ഹീറോയി റെഡി ആയിട്ട് മണ്ഡപത്ത് സ്റ്റെപ്പ് നടന്നുകൊണ്ട് വരാൻ തുടങ്ങി. പോലീസ് വന്ന് സ്റ്റോപ്പ് നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ പോലീസ് പറഞ്ഞു കേട്ട് നിന്നു. ഹീറോ നിന്നത് ഒന്നറിയാതെ മാറി നോക്കാത്തി. എന്ത് പറ്റി സാർ? ഈ കല്യാണം നടക്കാൻ പാടില്ല. ഹീറോയി മനസ്സിൽ സ്ട്രക്ക് ചെയ്തു. അർജുൻ രാഹുലൊക്കെ ഒരു സ്ട്രക്ക് ചെയ്തു. രാഹുൽക്ക് ഷോക്കായി. എന്താ സാർ എന്നെ നിപ്പിക്കുന്നേ? ഹീറോയ്ക്ക് ഈ മാരേജ് ഇഷ്ടമില്ല. അതുമാത്രമല്ല, ഇത് ഫോഴ്സ് മാരേജാണ്. അതുമാത്രമല്ല, പിന്നെ ഒരു ഇങ്ങനെ പോലീസ് പറയാൻ തുടങ്ങി. ഇപ്പം നിനക്ക് മനസ്സിലാവും. അങ്ങനെ ആ ചെക്കൻ തിരിഞ്ഞു നോക്കും. ചെക്കനക്ക് ഷോക്ക്. ഒരു പെണ്ണുണ്ടായിരുന്നു അവിടെ. പെണ്ണിനെ ടെൻഷനായിട്ട് എന്താടാ കല്യാണം കഴിക്കാൻ പോകുന്നത്? അയ്യോ മേഘന, നീയോ? അടപ്പാവി. മേഘനക്ക് ടെൻഷനാവാൻ തുടങ്ങി. എന്താ നീ പറഞ്ഞ കല്യാണം കഴിക്കാൻ പോകുന്ന മേഘന? അതിൽ നിന്ന് അവൻ അവിടെ നിന്നിച്ചു. എന്താ നീ പറഞ്ഞ? എൻ്റെ അടുത്ത് ഇവളെ ലവ് ചെയ്തിട്ട് അയാളെ സ്വത്ത് പണമെല്ലാം എടുത്തിട്ട് എന്നെ മാരേജ് കഴിക്കുന്നതെന്ന് എന്നാ പറഞ്ഞടാ. ഇപ്പം എന്തിനാ ഇവളെ മാരേജ് കഴിക്കണ? മേഘന, അത് എന്താടാ നീ പറഞ്ഞ? എൻ്റെ അടുത്ത് ഓൾറെഡി എൻ്റെ കൂടെ നിനക്ക് മാരേജും ആയിനി, അതൊന്ന് മറിച്ചിട്ട് ഇവളെ മാരേജ് കഴിക്കാൻ പോന്നു നീ? മേഘന, അത് ഒന്നില്ല മേഘന, അത് രാഹുലിൻ്റെ അമ്മക്ക് ഷോക്കായി. എന്താ പറയണേ? എനിക്ക് മാരേജായോ? ആൻറ്റി, ഇവനൊക്കെ അവളുടെ മാരേജായി. അതില്ല ഡാഡി എന്നൊരു കുട്ടി സൗണ്ട് കേട്ടു. അങ്ങനെ അതെ, രാഹുൽ ഷോക്ക്. എന്താ? അമ്മക്ക് ഷോക്കായി. രാഹുൽ, എന്താടാ നിനക്ക് ബേബി ഉണ്ടോ? അതെ രാഹുൽ, ഓൾറെഡി ഞാൻ പ്രഗ്നൻ്റാണ്. എനിക്ക് എന്നോട് ഗുഡ് ന്യൂസ് പറയാൻ വന്ന. നീ ഇപ്പം എന്താ കാതിക്കുന്നത്? എന്നെ ചതിച്ചല്ലേ? മേഘന, സോറി മേഘന, അതും ഒന്നുമില്ല എന്ന് അവിടുന്ന് മണ്ടകത്തെടുത്ത് മേഘന പുറകിൽ ഓടിപ്പോയി. മേഘന നിക്ക് മേഘന എന്ന് പറഞ്ഞ് അവിടുന്ന് പോയി. മേഘന നിക്ക് മേഘന, അതും ഒന്നുമില്ല മേഘന. അങ്ങനെ ഒരു മേഘൻ്റെ പുറകിൽ ഓടിപ്പോയി. കല്യാണം ക്യാൻസലായി. ഹീറോയിൻസ് പറയാൻ തുടങ്ങി. ചേട്ടന് കല്യാണം നടക്കട്ടെ. എനിക്കിപ്പോൾ കല്യാണം ഇൻട്രസ്റ്റ് ഇല്ല. മേഘന, ഈ കാര്യമെല്ലാം എങ്ങനെ അറിയും? അമ്മേനോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ടോ ഇവനൊക്കെ ഓൾഡ് മാരേജ് ആയി, എനിക്കും അറിയും. എന്താ നീ പറയത്തണ്ടേ? അമ്മ, ഞാൻ പറഞ്ഞാ പോയത് ഇവനോട്. അമ്മേനോട് പലവട്ടം പറഞ്ഞു ഇവന് ശരിയല്ല അമ്മ. ഓനോട് ഇവനിക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ട്. ഇവനിക്ക് മാരേജ് കാര്യം എനിക്കറിയില്ല. ആ പോലീസ് പറയാൻ തുടങ്ങി. ഓൾറെഡി ഇവനിക്ക് മാരേജ് ആയി കാര്യം എനിക്കറിയോ എന്ന് പോലീസ് പറഞ്ഞു. ഇതായിട്ട് ഹീറോയിൻ ഷോക്ക്. എന്ന് നിങ്ങൾക്കറിയോ? അതെങ്ങനെ അറിയാതിരിക്കോ? ഞാനതിന് ഒരാൾ പറയുന്ന കേട്ട്. അത് കേട്ട് ഷോക്കായി. ചേട്ടാ നിങ്ങൾ? ഹീറോയിൻ്റെ ചേട്ടൻ്റെ ഫ്രണ്ടാണ്. അതെ, ഹോട്ടൽ ചെഫ് പറഞ്ഞില്ലേ ഇവനിക്ക് മാരേജ് ആയത് എനിക്കറിയോ? അത് നിങ്ങൾക്ക് എങ്ങനെ അറിയും? മാരേജിക്ക് ഞാനുണ്ടായിരുന്നു. എന്നാ നിങ്ങളുണ്ടായിരുന്നോ? അതെ, പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ടാണ് അവിടെ ഉള്ളത്. ഇവരുടെ മാരേജ് ഫോട്ടോ എനിക്ക് ഓൾറെഡി അയച്ചു തരുന്നു. അതുകൊണ്ട് ഇവനെ കല്യാണം ചെക്കാനാകുമ്പോൾ എനിക്കൊരു ഡൗട്ട് വരുന്നായിരുന്നു. ഇവനെ ഓൾറെഡി കണ്ട മതിയാന്ന് പോയപ്പോൾ ചെക്ക് ചെയ്ത് ഫ്രണ്ടിനോട് മാരേജ് ചെക്കൻ ഇങ്ങോട്ട് ഫോട്ടോ കാട്ടിയതാണ് ഞാൻ. അവനെൻ്റെ ഒരു ഫ്രണ്ട് മതി പറഞ്ഞാൽ എനിക്ക് ഓഫീസ് ഫ്രണ്ട്. ഹോട്ടലിലേക്കല്ല വരാം അവനെ ഫുഡ് കഴിക്കാനും. അവിടുത്തെ മാരേജിൻ്റെ അവർ ചെയ്യുന്നില്ലേ അവനാ എന്നോട് പറഞ്ഞു ഇവനൊക്കെ ഓൾറെഡി മാരേജ് ആയി, വീണ്ടും മാരേജ് ആണെന്ന് ചോദിച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെയാണോ? ഇപ്പോൾ മനസ്സിലായോ? ഹീറോയിൻ മമ്മി സാഡാകാൻ തുടങ്ങി. മാരേജ് ക്യാൻസലല്ല, ഇപ്പം എന്താ ചെയ്യുക? എൻ്റെ മോളെ ആരെ കല്യാണം കഴിക്കും? ഉമ്മ പാട്ട് പാടാൻ തുടങ്ങി. ഹീറോയ്ക്ക് ടെൻഷൻ ആകാൻ തുടങ്ങി. മോം, ഇപ്പം എനിക്ക് മാരേജ് ഇൻട്രസ്റ്റ് ഇല്ല. മോമിനോട് പലവട്ടം പറഞ്ഞു മമ്മി മാരേജ് കഴിക്കും. അങ്ങനെ ടെൻഷനും ഹീറോയിൻ വെച്ചിട്ടുണ്ടാക്കി അവിടുന്ന് പോകാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ ബേബി പിടിച്ചു. ഹീറോയിൻ ഷോക്കായി. എന്ത് പറ്റി ബേബി? ഇങ്ങനെ പഠിച്ചു. അങ്ങനെ ഹീറോയിനൊക്കെ ഒന്നും മനസ്സിലായില്ല. ജങ്കുക്കിൻ്റെ ബേബി ഹീറോയിനെ പിടിച്ചു, ജങ്കുക്കിനെ കൈ പിടിച്ചു. ഹീറോയ്ക്ക് ഒന്നും മനസ്സിലായില്ല. ഇത് കണ്ട് ഹീറോയിൻ്റെ ഡാഡിക്ക് മനസ്സിലായി. ഓ, ബേബി ഇതാ പറയാൻ പറഞ്ഞത്. ജങ്കുക്ക്, എന്ത് പറ്റും? ഇപ്പം നിനക്ക് മാരേജ് അയച്ചോ? ഒരു പ്രശ്നമില്ല അല്ലേ? അങ്കിൾ എന്തിനാ ഇപ്പോൾ പറയണേ? ഇപ്പോൾ നിനക്ക് കോൺട്രാക്ട് കഴിഞ്ഞു വരുന്നല്ലോ. കഴിഞ്ഞു അങ്കിൾ. ഇപ്പം എന്താ? നീ എൻ്റെ മോളെ മാരേജ് അങ്കിൾ അതൊക്കെ സാരല്ല ജങ്കുക്ക്. അങ്ങനെ ജങ്കുക്ക് ഒന്നും മനസ്സിലായില്ല. ജങ്കുക്ക് മാരേജ് കഴിക്കാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ജങ്കുക്ക് മാരേജ് കഴിക്കാൻ പറഞ്ഞായിരുന്നു. ജങ്കുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ശരിയാണ്, ജങ്കുക്ക് തല ആട്ടി. ജങ്കുക്ക് ഹീറോയ്ക്ക് മാരേജ് ആയി. ഇത് ഹീറോയ്ക്ക് ഷോക്കായി. എന്തിത്
ഞാൻ മാരേജ് ക്യാൻസൽ ചെയ്ത് ജോലിയായിട്ട് എൻജോയ് ചെയ്ത് വെച്ചാൽ എൻ്റെ തലയിൽ മാരേജ് കഴിച്ച് പോയി. അമ്മ അമ്മ അമ്മനെ മുറിക്കണം എടി ഉണ്ടാതടി അമ്മ എന്തിനമ്മ അയ്യോ ഇവനാ അയ്യോ എന്ത് ഫ്രണ്ട് റോസ്ക്ക് ഹാഹാ സന്തോഷം റോസി ജോലി അയ്യോ എൻ്റെ ഫ്രണ്ടിക്ക് മാരേജ് എടി മുണ്ടത് നീയും കല്യാണം വേണം അങ്ങനെ ഹീറോയ്ക്ക് മാരേജായി. ഹീറോയ്ക്ക് അകത്ത് താലി നോക്കായിരുന്നു ഹീറോയി. ബേബി വന്ന് ഹാക്ക് ചെയ്തു. മമ്മി എന്ന് വിളിച്ചു. ഇത് കേട്ട് ഹീറോയ്ക്ക് ഷോക്ക്. അതുമാതിരി ജങ്കുക്ക് ഷോക്കായി. എന്ത് മമ്മിയാ അവിടെ എന്ന് ഹീറോയ്ക്ക് ഹാപ്പിയായി. അയ്യോ ഈ മമ്മി വിളിച്ച് ശരി ഓക്കെ മാരേജ് ആയിരുന്നു അവസരം. ഫ്രണ്ട് റോസി നോക്ക് റോസി സൗണ്ട് കേൾക്കും. റോസി തിരിഞ്ഞു നോക്കും. ഫ്രണ്ട് മച്ചി സന്തോഷമടി എനിക്ക് മാരേജായി നിനക്ക് മാരേജായി. ഹീറോ ടെൻഷൻ മോം എനിക്ക് ഫസ്റ്റ് ഒരു കോളേജ് മമ്മി ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യാം ഇവിടെ കോളേജ് സ്റ്റാർട്ട് ചെയ്യുന്നു മോം എന്താ മോം ചെയ്യാ അങ്ങനെ ഹീറോയെ മുറിക്കാൻ തുടങ്ങി. മോം പ്ലീസ് മോം ഓൾറെഡി അവിടെ കൊറിയയിൽ കോഴ്സ് സ്റ്റാർട്ടായിനി എനിക്ക് ഇവിടുത്തെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല മോം പറഞ്ഞ് മനസ്സിലാക്കും. അങ്ങനെ ഹീറോയി ടെൻഷനിൽ മോമിന് പറയാൻ തുടങ്ങി. ഇതുകൊണ്ട് ഹീറോയി ശരി മോം പറഞ്ഞു സമാധാനമാക്കാൻ തുടങ്ങി ഹീറോയിനെ. അങ്ങനെ ഹീറോയി റെഡി ആയിട്ട് കടുപ്പിൽ ഹീറോയി റൂമിൽ പോയി. ജങ്കുക്ക് ഇങ്ങനെ ആൾച്ചക ജങ്കുക്ക് എനിക്ക് മാരേജ് അയ്യോ എന്ന് ജങ്കുക്ക് ആൾച്ചക തുടങ്ങിയായിരുന്നു. ഹീറോയി പാലെടുത്താണ് റൂമിൽ വന്നു. ജങ്കുക്ക് ഒന്നും മനസ്സിലായില്ല. അയ്യോ ഈ മുണ്ട് ഊർന്നല്ലോ എങ്ങനെ ഒരു കെട്ടിയില്ലേ ഒന്നും മനസ്സിലായില്ല ജങ്കുക്ക്. ഹീറോയി പടമെല്ലാം അടിച്ച് ജങ്കുക്ക് നെടിച്ചു എന്താ ഇവിടെ തീർന്നു. ഹീറോയിനെ നോക്കോ ജങ്കുക്ക് പേടിയാൻ തുടങ്ങി. ഇവിടെ നീ എന്നെ മുറയ്ക്കുന്ന ഹീറോയി പാലെടുത്ത് വെച്ചിട്ട് ടബോലെല്ലാം വെച്ചിട്ട് നിനക്ക് പറയാൻ പറ്റില്ല ഈ മാരേജ് ഇൻട്രസ്റ്റ് ഇല്ലെന്ന് പറയാൻ പറ്റില്ല മിണ്ടാതിരുന്ന് വായി നോക്കി ഉണ്ടായിരിക്കും. ജങ്കുക്ക് അതല്ല ജങ്കുക്ക് ഇവൾ വായി ഒച്ച ഉണ്ടാക്കി നിൽക്കുന്നില്ലല്ലോ. ജങ്കുക്ക് പിടിച്ചു. എന്താണ് മിണ്ടാതിരിക്കാൻ പറ്റില്ല ഒച്ചയുണ്ട് പറയാൻ തുടങ്ങിയായിരുന്നു. ഹീറോയിനെ പിടിച്ച് ജങ്കുക്ക് കേസ് അടിക്കാൻ തുടങ്ങി. അത് ഹീറോയിൻ വായി മുടി. അയ്യോ എന്നിരുന്നു എല്ലാവർക്കും